ஹலோ அண்ணா, நீங்க எப்படி இருக்கு? நான் நல்லா இருக்கு. இந்த லெட்டரை படிச்சு பார்த்து பதில் சொல்லுண்ணா. അളിയാ, നീ എപ്പോഴാ തമിഴൊക്കെ പഠിച്ചേ? ഒന്ന് അടങ്ങിയിരിക്കടാ, ഈ ലെറ്ററിൽ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ മച്ചമാരെ, എന്താണ് കയ്യില്? ഇങ്ങോട്ട് തന്നെ ഞാനൊന്ന് വായിക്കട്ടെ. എന്റെ അമ്മോ, ഇതെന്താണിത്? നിങ്ങൾ നിക്ക്, ഞാനിപ്പോ നിങ്ങക്ക് ഇത് വായിച്ച് കേൾപ്പിച്ച് തരാം അങ്ങോട്ട്. ആന എനേക്കും മല ആളം അത്തറ അരിയല്ല, ആനയലും അറിയുന്ന പാലേ ആകെ ആഴത്തും, ആനക്ക് ആണിനെ ഭയകുറ അഷ്ടം ആനു, കറകുറ ആജി പ്രയാണം ആനുണ്ട്, പശ സനയം കട്ടിപ്പുടി ആനോണ്ട് പാലാസ റെസ്റ്റ് ഇൻ പീസ്. റെസ്റ്റ് ഇൻ പീസാ? അളിയ, അവളിനോട് ചാവാനാണ്ടാ പറഞ്ഞത്. അതന്നെ, ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ റെസ്റ്റ് ഇൻ പീസ് ഒക്കെ വെച്ചത്? ചെലപ്പോ അവൾ ഇതൊന്നും ആയിരിക്കില്ല ഉദ്ദേശിച്ചത്. നീ ഇല്ല അവളുടെ കൂട്ടുകാരിയില്ലേ ആ തീർത്ത, അവളെന്ന് വിളിച്ചേ. തീർത്ത ഈ ലെറ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നൊന്ന് വായിച്ചു തരാൻ പറ്റുമോ എനിക്ക്? പിന്നെന്താ, ഇങ്ങോട്ട് നോക്കട്ടെ. അണ്ണ, എനിക്ക് മലയാളം അത്ര അറിയില്ല, എന്നാലും അറിയുന്ന പോലെയൊക്കെ എഴുതാം. എനിക്ക് അണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. കുറെ കാലമായി പറയണമെന്നുണ്ട്, പക്ഷെ സമയം കിട്ടുന്നില്ലായിരുന്നു, അതുകൊണ്ടാ. പ്ലീസ് റെസ്റ്റ് ആൻഡ് ഐ വിൽ പ്രേ ഫോർ യുവർ പീസ്. അയ്യേ അയ്യേ അയ്യയ്യേ, ഇതുപോലെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലേ? അല്ല, നീ ഇതിപ്പോ എങ്ങനെ വായിച്ച്? ഇതൊക്കെ സിമ്പിൾ. അവളെന്ന് പറഞ്ഞപ്പോ ഞാനല്ലേ ഇത് എഴുതി കൊടുത്തത്. അവള് നിന്നോട് എന്താ ചോദിച്ചേ? അവൾ എഴുതുന്ന മലയാളത്തിലാക്കി എഴുതി തരുമെന്ന്. അരുണേ, ഇവളെ അങ്ങ് തട്ടട്ടെ. ഓ വേണ്ടേ, ഇവളെ തട്ടിയിട്ട് ജയിലിൽ പോകുന്നതിനേക്കാൾ നമ്മൾ വല്ല പുഴയെന്നും എടുത്ത് ചാടുന്നതാ. എന്താടാ, അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പം? അയ്യോ, എന്റെ കുണുവാവയ്ക്ക് ഒന്നുമില്ല. ആ ഒന്നും ഇല്ലാത്തതിന്റെയാ ഈ കാണിക്കുന്നെ. എന്താണ് ഇവിടെ ഒരു ബഹളം? മനുഷ്യന് മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ തരരുത്. ആടാ, നീ വാടാ, എന്റെ പോക്കറ്റിൽ എടുത്തു വെച്ചേക്കാണല്ലോ തരാം മനസ്സമാധാനം. Hey guys, can you please be silent? I'm talking to my GF.